ഹലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. കാറ്റഗറി നമ്പർ 99/2016 മെക്കാനിക്കൽ ഓവർസിയറിന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ലെസണിൽ കണ്ടതാണ്. ഇനി ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ ലെസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സെമി സർക്കുലർ കീ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ലൈറ്റ് ടോർക്ക്. അപ്പോൾ അതങ്ങനെ വായിക്കുക, ദ സെമി സർക്കുലർ കീ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ലൈറ്റ് ടോർക്ക്. അപ്പോൾ ഇതിൽ ആൻസർ വുഡ്റഫ് കീ ആണ്. ഓക്കെ, അത് ആ ഷെയ്പ്പാണ് അതിൻ്റെ പെക്യൂലിയാരിറ്റി. അപ്പോൾ സെമി സർക്കുലർ കീ എന്ന് ചോദിച്ചാൽ നമുക്ക് കോമൺലി എപ്പോഴും അവിടെ ഉണ്ടാവുന്ന ആൻസർ വുഡ്റഫ് കീ ആണ്. നമുക്ക് ജനറലായിട്ട് പഠിക്കാനുള്ള കേസിൽ ഇതാണ് സെമി സർക്കുലർ കീ. അപ്പോൾ കീ എന്താണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ കമ്പോണൻസായ ഗിയേഴ്സിനെയും അതുപോലെ തന്നെ പുള്ളിയെയും ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കീസ്. അപ്പോൾ അത് ഷാഫ്റ്റ് തിരിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗിയറും അല്ലെങ്കിൽ പുള്ളിയും തിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഗിയർ അല്ലെങ്കിൽ പുള്ളി എന്ന് വിചാരിക്കുക. ഇതിനകത്തുകൂടിയാണ് നമ്മുടെ ഷാഫ്റ്റ് പോകുന്നത്. ഈ ഷാഫ്റ്റിനെയും പുള്ളിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കീസ്. അപ്പോൾ ഇങ്ങനെ ഒരു കീ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കൂടത്തിൽ തന്നെ നമ്മുടെ പുള്ളിയും റൊട്ടേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഷാഫ്റ്റ് മാത്രമായി റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ റിലേറ്റീവ് മോഷൻസ് ആദ്യമാക്കുന്നത് ശരിക്കും ഈ കീസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കീ ആണ് ഈ വുഡ്റഫ് കീ. അപ്പോൾ അതിൻ്റെ ഷേപ്പാണ് അതിൻ്റെ പ്രത്യേകത, സെമി സർക്കുലർ കീ ആണ്. ഇനി ബാക്കിയുള്ള കീസും കൂടെ നമുക്ക് നോക്കാം. ഫെദർ കീ. ഫെദർ കീ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമുക്ക് 2 മോഷൻ, അതായത് പുള്ളിയുടെയും ഷാഫ്റ്റിൻ്റെയും മോഷൻ ഒരേപോലെ ഉണ്ടാവാനായിട്ട് നമ്മൾ ഇടുന്നതാണ്. പക്ഷേ ഒരു വ്യത്യാസം, ഫെദർ കീയിൽ ഞാൻ മറ്റൊരു വ്യൂവിൽ അത് കാണിച്ചു തരാം. അതായത് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ഇതാണ് ഷാഫ്റ്റ്, ഇതാണ് നമ്മുടെ പുള്ളി. ഞാൻ ഇങ്ങനെ സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഇത് ഇങ്ങനെ ഒരു കീ കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ഡയറക്ഷനിൽ നമ്മുടെ പുള്ളി അല്ലെങ്കിൽ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ആക്സിയൽ മോഷനും പോസിബിൾ ആക്കുന്ന കീ ആണ് ഫെദർ കീ. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ഓർത്തിരിക്കുക, ഫെദർ കീ. ഇനി സാഡിൽ കീ. സാഡിൽ കീ എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷൻസിന് അല്ലെങ്കിൽ ലൈറ്റ് ലോഡുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീസാണ് സാഡിൽ കീസ്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു യൂണിഫോം ക്രോസ് സെക്ഷനാണ്. നമ്മൾ സാധാരണ വെഡ്ജുകൾ അടിച്ചിറക്കുന്നത് പോലെ, വെഡ്ജ് എന്ന് പറഞ്ഞാൽ ആപ്പുകൾ അടിച്ചിറക്കുന്നത് പോലെ തന്നെ ഫോഴ്സ് ഉപയോഗിച്ച് ഇത് അകത്തേക്ക് ഇറക്കും. ഫ്രിക്ഷൻ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ കീ വേസ് ഈ ഷാഫ്റ്റിൽ ഉണ്ടാക്കാറില്ല. കീ വേസ് ഉണ്ടാക്കാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കീസാണ് സാഡിൽ കീസ്. അപ്പോൾ അതിൻ്റെ വിട്ട് കുറവായിരിക്കും, എങ്കിലേ നമുക്ക് ഇതിനകത്തേക്ക് ഫോഴ്സ്ഫുള്ളി അകത്തേക്ക് കടത്താൻ പറ്റുള്ളൂ. ഫ്രിക്ഷൻ, അതായത് ഇത് തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ടാണ് ഈ ഷാഫ്റ്റും പുള്ളിയും ഒരേപോലെ കറങ്ങുന്നത്. അങ്ങനെയുള്ള കീസിനെയാണ് നമ്മൾ സാഡിൽ കീസ് എന്ന് പറയുന്നത്. പിന്നെ ഗിപ്പ് ഹെഡ് കീസെ കുറിച്ച് ഓർത്തിരിക്കാനുള്ളത്, അത് ടേപ്പേർഡ് കീ ആണ്. അതായത് ടേപ്പേർഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹെഡ് ഉണ്ടാവും, പിന്നെ ഈ പോർഷൻ ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചതിനകത്തേക്ക് കയറ്റുന്നതാണ്. അങ്ങനെയുള്ള കീസിനാണ് നമ്മൾ ഗിപ്പ് ഹെഡ് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വുഡ്റഫ് കീ ആണ്, അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ്, സെമി സർക്കുലർ കീ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The proportion of a nut thickness with respect to ball diameter D. The proportion of a nut thickness with respect to ball diameter D. അപ്പോൾ ഒരു ബോൾ ഡയമീറ്ററുമായിട്ട് അതിൻ്റെ നട്ടിൻ്റെ തിക്നെസ്സിൻ്റെ പ്രൊപ്പോർഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോൾ ഡയമീറ്റർ D ആണെങ്കിൽ നട്ടിൻ്റെ തിക്നെസ്സും D ആയിരിക്കണം. ബോൾട്ടിൻ്റെ ഡയമീറ്റർ D ആണെങ്കിൽ, ഡയമീറ്റർ എന്ന് ബോൾട്ടിൻ്റെ ഡയമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മേജർ ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ D ആണെങ്കിൽ അതിൻ്റെ നട്ടിൻ്റെ തിക്നെസ്സും D ആയിരിക്കണം. അപ്പോൾ കുറച്ച് പ്രൊപ്പോർഷൻസും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഇതൊരു ബോൾട്ട് ഹെഡാണ്, ഇതാണ് ബോൾട്ടിൻ്റെ ഷാങ്ക്. നമ്മളിങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ത്രെഡ് വരുന്നത്. ത്രെഡ് നമ്മളങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡയമീറ്റർ, അതായത് ബോൾട്ടിൻ്റെ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് നമ്മൾ D കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് വരുന്ന ത്രെഡിൻ്റെ ഡയമീറ്റർ
അതായത് ഇതാ ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത്, അതിനെയാണ് നമ്മൾ ത്രെഡ് ഡയമീറ്റർ അല്ലെങ്കിൽ കോർ ഡയമീറ്റർ എന്ന് പറയും. കോർ ഡയമീറ്റർ. ഈ കോർ ഡയമീറ്റർ ആണ് 0.8D. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഡയമീറ്റർ D ആണെങ്കിൽ അതിൻ്റെ കോർ ഡയമീറ്റർ 0.8D ആണ്. ഇനി അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ തിക്നെസ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ, ഇവിടെ നമ്മൾക്ക് നട്ടിൻ്റെ തിക്നെസ് ആണ് ചോദിച്ചിരുന്നത്, ബോൾട്ടിൻ്റെ തിക്നെസ് ആണ് ചോദിച്ചിരുന്നതെങ്കിലും അത് 0.8D ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ബോൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നട്ടിൻ്റെ തിക്നെസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നട്ടിൻ്റെ തിക്നെസ് ആണ് D. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രൊപ്പോർഷൻ ഓഫ് നട്ട് തിക്നെസ് വിത്ത് റെസ്പെക്ട് ടു ബോൾട്ട് ഡയമീറ്റർ. അതിൻ്റെ ആൻസർ D ആണ്. നട്ടിൻ്റെ തിക്നെസ് D തന്നെയായിരിക്കും. ഇനി കോർ ഡയമീറ്ററോ ബോൾട്ടിൻ്റെ ഹെഡിൻ്റെ തിക്നെസ്സോ ചോദിക്കുകയാണെങ്കിൽ അത് 0.8D ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ റിവറ്റ് യൂഷ്വലി യൂസ്ഡ് ഫോർ ബോയിലർ പ്ലേറ്റ് റിവറ്റിംഗ്. ബോയിലർ പ്ലേറ്റ് റിവറ്റിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിവറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ സ്നാപ്പ് ഹെഡാണ്. ഈ സ്നാപ്പ് ഹെഡ് ഓർത്തിരിക്കുക, കാരണം കോമൺലി യൂസ് ചെയ്യുന്ന റിവറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാലും അത് സ്നാപ്പ് ഹെഡാണ്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റിവറ്റ് ഏതാണെന്ന് ചോദിച്ചാലും അത് സ്നാപ്പ് ഹെഡാണ്. ഓക്കെ, സ്നാപ്പ് ഹെഡ് നമുക്കൊന്ന് വരച്ച് കാണിക്കാം. നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതും അത് തന്നെയായിരിക്കും. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഹെഡ് വരുന്നത്. ഇതാണ് അതിൻ്റെ താഴത്തേക്കുള്ള പോർഷൻ. അപ്പോൾ ഈ ഷേപ്പാണ് ഇതിൻ്റെ സ്നാപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റിവറ്റുകളാണ് നമ്മൾ സാധാരണഗതിയിൽ എവിടെ റിവറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കാണാറുള്ളത് ഈ സ്നാപ്പ് ഹെഡുകളാണ്. അതുകൊണ്ട് തന്നെ കോമൺലി യൂസ്ഡ് എന്നുള്ളത് അത് ഓർത്തിരിക്കുക. ഇനി ബാക്കിയുള്ള റിവറ്റ് ഹെഡ്സും കൂടെ നമുക്ക് നോക്കാം. ഇതിൽ കൗണ്ടർ സങ് ഹെഡ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. കൗണ്ടർ സങ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ്, അതായത് ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. അതായത് ഇതാണ് അതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ്. അപ്പോൾ നമ്മുടെ ഒരു ഹോൾ ഉണ്ടെന്ന്, ഒരു ഡ്രിൽഡ് ഹോളിനകത്തേക്ക് പൂർണ്ണമായിട്ടും ഈ റിവറ്റ് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ മുകളിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ റിവറ്റ് ചെയ്യുന്ന സർഫസിൻ്റെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാത്ത റിവറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിവറ്റ് ഹെഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൗണ്ടർ സങ് ഹെഡാണ്. ഓക്കെ, ഇനി പാൻ ഹെഡും കോണിക്കൽ ഹെഡും ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ ഉള്ളൂ പറയാനുള്ളൂ, നോക്കുക. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. പാൻ ഹെഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഉള്ള റിവറ്റുകളാണ് പാൻ ഹെഡ്. അതുപോലെ തന്നെ കോണിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി കൂർത്തിരിക്കും. ഇതാണ് കോണിക്കൽ ഹെഡ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് സ്നാപ്പ് ഹെഡും കൗണ്ടർ സങ്ങുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വയസ് യൂസ്ഡ് ഫോർ ഫോർജിങ് വർക്ക് ഈസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ധാരാളം വയസസ് ഉപയോഗിക്കാറുണ്ട്. വയസസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് വയസസ്. വർക്ക് ഹോൾഡിംഗ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് വയസസ്. ഓക്കെ, ഇതിന് കാർപ്പൻറ്റേഴ്സ് ബെഞ്ച് വയസ് ഉണ്ട്. അതായത് വുഡ് വർക്ക് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നതാണ് കാർപ്പൻറ്റേഴ്സ് ബെഞ്ച് വയസ്. അതുപോലെ നമ്മൾ സാധാരണ ബെഞ്ച് വയസ് ഉണ്ട്, അത് ഫിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്, അതായത് മെറ്റൽ വർക്കിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ടൂൾ മേക്കേഴ്സ് വയസ് ഉണ്ട്. അത് കുറച്ചുകൂടെ പ്രിസിഷൻ, ആക്യുറേറ്റ് ആയിട്ടുള്ള ടൂൾ മേക്കിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൂൾ മേക്കേഴ്സ് വയസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ, അതായത് ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ട് ഓപ്പറേഷനാണ്. അതായത് നമ്മൾ സാധാരണ പറയാറുള്ള സ്മിത്തി, ചൂടാക്കിയ മെറ്റൽസിനെ എടുത്ത് ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഫോം ചെയ്യുന്നതിനാണ് ഫോർജിങ് എന്ന് പറയുന്നത്. റെഡ് ഹോട്ട് ആയിട്ടുള്ള മെറ്റലിനെ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വയസ് ഓർത്തിരിക്കുക, ലെഗ് വയസ്സാണ്. ലെഗ് വയസ് യൂസ്ഡ് ഫോർ ഫോർജിങ് വർക്ക് ഈസ് ലെഗ് വയസ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ഈ ഫോർജിങ് വയസ് തന്നെയാണ് ശരിക്കും ലെഗ് വയസ്. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. ഫോർജിങ്ങിന് ഉപയോഗിക്കുന്ന വയസ്സാണ് ഫോർജിങ് വയസ്, അതിൻ്റെ പേരാണ് ലെഗ് വയസ്. അപ്പോൾ ഇത് നമുക്കൊരു ഓപ്ഷനേ അല്ല ഇവിടെ. ടൂൾ മേക്കേഴ്സ് വയസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ബെഞ്ച് വയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഫിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വയസ്സാണ് ബെഞ്ച് വയസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ബോക്സ് നട്ട് ഓഫ് എ ബെഞ്ച് വയസ് ഈസ് മെയ്ഡ് ഓഫ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ കാണാറില്ല. കാണുമ്പോൾ പെട്ടെന്ന് അത് ഓർക്കാറോ അല്ലെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് അതാണെന്ന് തോന്നുകയോ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും ഓർത്തിരിക്കുക. ഇനി എവിടെ ഈ ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് ആൻസർ ചെയ്യാം. ദ ബോക്സ് നട്ട് ഓഫ് എ ബെഞ്ച് വയസ് ഈസ് മെയ്ഡ് ഓഫ് ഫോസ്ഫറസ് ബ്രോൺസ്. ഫോസ്ഫറസ് ബ്രോൺസ് കൊണ്ടാണ് ഇതിൻ്റെ ബോക്സ് നട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ബോക്സ് നട്ട് എന്ന് പറയുന്നത് നമുക്ക്, അതായത് നമ്മുടെ ത്രെഡ് ലീഡ് സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണ്. ആ ബോക്സ് നട്ട്
ഫോസ്ഫറസ് ബ്രോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ളതും കൂടെ നോക്കാം. അതായത് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ടിന്നിൻ്റെയും കോപ്പറിൻ്റെ അലോയാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, അത് ചോദിക്കാറുണ്ട്. ബ്രോൺസ് എന്ന് പറയുന്നത് ടിന്നിൻ്റെയും കോപ്പറിൻ്റെയും അലോയാണ്. അതുപോലെ ബ്രാസ് എന്തിൻ്റെ അലോയാണെന്നും കൂടി ഓർത്തിരിക്കുക. ബ്രാസ് സിങ്കിൻ്റെയും കോപ്പറിൻ്റെ അലോയാണ് ബ്രാസ്. അപ്പോൾ നമുക്കിവിടെ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെയും ലെഡിൻ്റെയും അലോയാണ്. ഇനി അടുത്തത് അലൂമിനിയത്തിനുള്ള പ്രത്യേകത നമുക്കറിയാം. അലൂമിനിയം ഒരു കണ്ടക്ടറാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ലെഡിൻ്റെ ഒരു പ്രത്യേകത, ലെഡ് എന്ന് പറയുന്നത് ആ എക്സ്റേസിനെ അതുപോലെ റേഡിയേഷൻസിനൊക്കെ ഷീൽഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലെഡാണ്. അതിൻ്റെ ഡെൻസിറ്റി കൊണ്ട് തന്നെ അത് ഷീൽഡായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് റേഡിയേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ ലെഡാണ്. ഓക്കെ, അലോയ് സ്റ്റീൽസ് എന്ന് പറയുമ്പോൾ സ്റ്റീലിൻ്റെ കൂടെ നമ്മൾ ഡിഫറെൻറ്റ് മെറ്റൽസ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അലോയ് സ്റ്റീൽസ്. അതിന് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റാസ്പ് കട്ട് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ്. അപ്പോൾ ഒരു ടൈപ്പ് ഫയലാണ് റാസ്പ് കട്ട് ഫയൽ. ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അരം എന്ന് പറയും. നമ്മൾ മെറ്റൽ കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ തന്നെയാണ് ഫയൽ. അപ്പോൾ റാസ്പ് കട്ട് ഫയൽ എന്ത് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഫയൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് വുഡാണ്. വുഡ് ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ റാസ്പ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രം അവിടെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ആ പേര് റാസ്പ് കട്ട് ഫയൽ, അത് വുഡ് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മാലറ്റ് ഈസ് മെയ്ഡ് ഓഫ്. മാലറ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ മാലറ്റ് എന്ന് കുറേ പേര് കേട്ടിട്ടുണ്ടാവും. മാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർപ്പൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഹാമർ പോലെ, അതായത് നമ്മൾ കൊട്ടുപടി എന്ന് മലയാളത്തിൽ പറയും, അതിനാണ് നമ്മൾ മാലറ്റ് എന്ന് പറയുന്നത്. മാലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് കൊണ്ടാണ്. ഓക്കെ, വുഡ് കൊണ്ടാണ് നമ്മൾ മാലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളത്, അതായത് കാസ്റ്റ് അയൺ കൊണ്ടോ നിക്കൽ കൊണ്ടോ ഒന്നും നമ്മൾ ഈ മാലറ്റ് ഉണ്ടാക്കാറില്ല. ബാക്കി പല ഓബ്ജക്ട്സ്, മെക്കാനിക്കൽ ഓബ്ജക്ട്സ് നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കാം. അതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ സ്ലൈഡുകളിലോ കാണാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ചിസൽ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് കീ വേസ്. കീ വേസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിസൽ ഏതാണെന്ന്. ചിസൽ എന്ന് പറഞ്ഞാൽ അത് ഉളിയാണ്. ഉളിക്കാണ് നമ്മൾ ചിസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കീ വേസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോസ് കട്ട് ചിസലാണ്. ഇതെല്ലാം, അതായത് ഈ ബാക്കി പറഞ്ഞിരിക്കുന്ന ചിസലുകളെല്ലാം അതിൻ്റെ ഷേപ്പ് ഉപയോഗിച്ച് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നതാണ്. ഓരോന്നിനും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. നമ്മൾ പല ആവശ്യം, അതായത് ഒരേ ആപ്ലിക്കേഷൻസിന് ഈ പലതും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതാണ് ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് കീ വേസ് കട്ട് ചെയ്യാനായിട്ട്, കീ വേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷാഫ്റ്റിൽ നമുക്ക് ഈ കീ ഇടാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വേ ആണ് നമ്മൾ കീ വേ എന്ന് പറയുന്നത്. ആ കീ വേ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോസ് കട്ട് ചിസലാണ്. ക്രോസ് കട്ട് ചിസൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെട്രിക് വെർനിയർ ഹൈറ്റ് ഗേജ് ഈസ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് മെട്രിക് വെർനിയർ ഹൈറ്റ് ഗേജ്. അപ്പോൾ വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.02 മില്ലിമീറ്റർ ആണ്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ, അതിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർനിയർ ഹൈറ്റ് ഗേജ് മാത്രമല്ല, വെർനിയർ കാലിപ്പറാണ് ചോദിക്കുന്നതെങ്കിലും വെർനിയർ കാലിപ്പറിൻ്റെയും ലീസ്റ്റ് കൗണ്ട് 0.02 മില്ലിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇത് ഓർക്കുക. അതായത് ഒരു മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് 0.01 മില്ലിമീറ്റർ. ഒരു മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് 0.01 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെയ്ത്ത് ബെഡ് ഈസ് മെയ്ഡ് ഓഫ്. ലെയ്ത്ത് ബെഡ്, ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ടൂളാണ്. അപ്പോൾ ലെയ്ത്തിനെ കുറിച്ച് നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ ലെയ്ത്തിൻ്റെ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ ലെയ്ത്ത് ബെഡ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കമ്പോണൻസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലെയ്ത്ത് മെറ്റൽ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ടൂളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. കാസ്റ്റ് അയൺ കൊണ്ടാണ് നമ്മൾ ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് അയൺ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റലാണ് കാസ്റ്റ് അയൺ. ഈ വൈബ്രേഷൻ ഡാമ്പിംഗ് ഉള്ളത് കൊണ്ട് തന്നെയാണ് IC എഞ്ചിൻ്റെ ബ്ലോക്കുകൾ, സിലിണ്ടർ ബ്ലോക്കുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് വൈബ്രേഷൻ ഡാമ്പിംഗ്. ഇനി ബാക്കിയുള്ള മെറ്റൽസ് നോക്കുകയാണെങ്കിൽ ഈ ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ ടൂൾസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഹാർഡർ ആയിരിക്കും. ഹൈ കാർബൺ കണ്ടൻറ്റ് കൂടുന്തോറും മെറ്റൽ, അതായത് സ്റ്റീൽ ഹാർഡാവും അല്ലെങ്കിൽ അയൺ ഹാർഡാവും.
അങ്ങനെ ഹൈ കാർബൺ ഉള്ള സ്റ്റീലിനെയാണ് നമ്മൾ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ടൂളിനൊക്കെ നമ്മൾ, അതായത് മെറ്റലിനെ കട്ട് ചെയ്യാനുള്ള ടൂൾസിന് നമ്മൾ ഈ ഹൈ കാർബൺ സ്റ്റീൽസാണ് കൊടുക്കുന്നത്. ഇനി അലോയ് സ്റ്റീൽസ്. സ്റ്റീലിന് തന്നെ നമ്മൾ പല മെറ്റൽസ് കൊണ്ട് അലോയ് ചെയ്യാറുണ്ട്. അതായത് നിക്കൽ, ക്രോമിയം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഇപ്പം കൊറോഷൻ റെസിസ്റ്റൻ്റ് ആക്കാനായിട്ട് നമ്മൾ അലോയിങ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ അലോയ് സ്റ്റീലാണ് ശരിക്കും. അവിടെ എല്ലാം നമ്മൾ നിക്കൽ അല്ലെങ്കിൽ ക്രോമിയം കൊണ്ടെല്ലാം നമ്മൾ അലോയ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ സെഷനിൽ നമുക്ക് കാണാറുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.